ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഫാത്തിമ തസ്നീം, ഒരു പ്രീ പ്രൈമറി അധ്യാപികയാണ്. അതുപോലെ ട്രെയിനർ പ്രോഗ്രാമിലെ 12th ബാച്ച് സ്റ്റുഡന്റ് ആണ്. വിന്നിബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലാണ് നാം ഏവരും ഉള്ളത്. ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് ഇതിൽ അവതാരകയായി എത്തുന്നത്. ആശയവിനിമയം നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ഷൻസുകൾ, വേർഡ്സ്, ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻസ് ഒരുപാട് വിവിധ തരത്തിലുണ്ട്. അതിൽ ടു എലമെന്റ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് ആർ എനർജി ആൻഡ് മാറ്റർ. ആരെങ്കിലും ഒരു ഭാഷ നന്നായി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ കേൾക്കൽ, സംസാരിക്കൽ, വായന, എഴുത്ത് എന്നീ 4 കഴിവുകളെയാണ് സാധാരണയായി ആളുകൾ നോക്കാറുള്ളത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ ശക്തമായ ബന്ധങ്ങൾ നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതുപോലെ നല്ല ആശയവിനിമയത്തിന് നമ്മളെ സഹായിക്കും. നമ്മുടെ ജോലിയിൽ ഉന്നതയിലെത്താനും സഹായിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ തൊഴിലിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മളെ കൂടുതൽ സഹായിക്കും. അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കൂട്ടുകയും ചെയ്യും. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ലെവൽ അഥവാ കുറവാണെങ്കിൽ നമ്മുടെ ജോലിയിൽ അത് കാര്യമായി ബാധിക്കുന്നു. അതുപോലെ ജീവനക്കാരെ നിരുത്സാഹപ്പെടുത്തുന്നു, അവിശ്വാസത്തിലേക്ക് എത്തിക്കുന്നു, തൊഴിലിൽ അന്തരീക്ഷത അസഹനീയമാക്കുന്നു. സംസാരിക്കാനുള്ള അതിയായ താല്പര്യവും അതുപോലെ ഞാൻ പഠിച്ചത് മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നുള്ള താല്പര്യവുമാണ് എന്നെ ട്രെയിനേഴ്സ് പ്രോഗ്രാമിലേക്ക് എത്തിച്ചത്. അങ്ങനെയാണ് വിന്നിബിൾ അക്കാഡമിക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻഡ് പ്രോഗ്രാമിലേക്ക് ഞാൻ ജോയിൻ ആയത്. പ്രോഗ്രാമുകൾ എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്നു. ഇനി ഇന്നത്തെ ക്ലാസ് എടുക്കാൻ എത്തിയ നമ്മുടെ മുബാറക് സാറിന് ചാവക്കാടിൽ നിന്നാണ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന ടോപ്പിക് അതിമനോഹരമായി നമുക്ക് എവർക്കും വേണ്ടി ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് മുബാറക് സാറിനെ ആദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ ഈ സെക്ഷൻ നിയന്ത്രിക്കാൻ എത്തിയ നമ്മുടെ മാസ്റ്റർ ഫൈസൽ സാറിന് മൈക്ക് കൈമാറിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you so much, Rubina, for the wonderful introduction. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ട്രെയിനേഴ്സ് ടോക്കിന്റെ അടുത്ത ഒരു എപ്പിസോഡിലാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് നമ്മളുടെ പ്രസന്റർ മുബാറക് ഹൈദർ ആണ്. അദ്ദേഹം ദുബായിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ചാവക്കാട് സ്വദേശിയാണ്. അദ്ദേഹം ഒരു ഹെൽത്ത് ആൻഡ് വെൽനെസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. സോ സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മുടെ മുബാറക് സാർ ഇന്ന് വിഷയം അവതരിപ്പിക്കാൻ പോകുന്നത്. സോ വളരെ മനോഹരമായി തന്നെ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ശ്രവിക്കാനും അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ നൽകാനും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവരും ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് over to Mubarak Haider. Sir, welcome, please. Thanks. Good evening all. First of all, ഞാൻ വലിയ താങ്ക്സ് പറയാണ് ഫാത്തിമ മാം. എൻ്റെ പേര് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന പേര് ഫാത്തിമ എന്നാണ്. സാർ റുബീന എന്നും അത് ചെയ്തു. എന്തായാലും താങ്ക്സ്. പിന്നെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഫൈസൽ സാർ നിങ്ങളോട്. എന്തായാലും എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു വെബിനാറാണ്. ഞാൻ ബേസിക്കലി ഒരു ട്രെയിനർ ആകണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ എടുക്കാനുള്ള ഒരു കാരണം വന്നത് ഫൈസൽ സാറിലൂടെയാണ്. അതുകൊണ്ട് തന്നെ താങ്ക്സ് ഫൈസൽ സാർ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. സ്ട്രെസ് മാനേജ്മെന്റ്. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എന്റെ സൗണ്ട് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ.
നമ്മളുടെ എല്ലാവരും സ്ട്രെസ് എന്നുള്ള വാക്ക് കേൾക്കാത്തതും അനുഭവിക്കാത്തവരും ആയിട്ടുണ്ടാവില്ലേ? ജീവിതത്തില് പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, സ്ട്രെസ് ഒരു ഘടകം തന്നെയാണ്. ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം ബേസിക്കലി ഞാൻ ഒരു സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കാട്രി ബിരുദം നേടിയോ ആളൊന്നുമല്ല. ഒരു സാധാരണക്കാരൻ. അപ്പൊ നമ്മളുടെ ഒരു വർക്ക് എൻവയോൺമെന്റിൽ നമുക്ക് അനുഭവപ്പെടുന്ന സ്ട്രെസ് എന്നുള്ള ഒരു കാര്യം ചൂസ് ചെയ്യാൻ കാരണം, ഒരു ട്രെയിനർക്ക് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും, അതായത് കുറച്ചൊരു ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വർക്ക് എൻവയോൺമെന്റിൽ ഒരു അറിയാത്ത ജോലിയിൽ ഇടപെടുമ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രെസ്. എനിക്ക് തോന്നി ആ ഒരു വിഷയമായിരിക്കും നല്ലതെന്ന്. സ്ട്രെസ് എന്നതിനെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങിയപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഒതന്റിസിറ്റി കിട്ടുന്ന ഒരു ഡെഫിനേഷന് വേണ്ടി ഞാനൊന്ന് നെറ്റിൽ നിന്ന് തപ്പിയപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന് വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അവർ പറയുന്നത് the stress can be defined as a state of worry or a mental illness caused by a difficult situation. അല്ലേ? ജീവിതത്തിൽ ഒരാൾക്കും തന്നെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ തരണം ചെയ്യാത്തവരില്ല. പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പല സിറ്റുവേഷൻസിൽ നമുക്ക് സ്വയം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. വർക്ക് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഒരു പ്രൊഫഷണൽ എന്ന നിലക്ക് നമ്മൾ ആദ്യം ഒരു ജോലിക്ക് കയറുമ്പോൾ നമുക്ക് അസൈൻ ചെയ്യുന്ന ജോബ് ഡ്യൂട്ടീസിലൊക്കെ നമുക്കൊരു കൺസേൺ ഉണ്ടാവും. ഇതെന്താണ് സംഭവം? ഇതിനെക്കുറിച്ച് എനിക്ക് ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പഠിച്ച ഡിഗ്രിയിൽ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ സ്ട്രെസ് എന്നുള്ളത് നമ്മളുടെ ശരീരം രണ്ട് തരത്തിലുള്ള ഒരു ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കോർട്ടിസോളും അഡ്രിനാലിനും. സാധാരണക്കാര്, ഞാൻ ഈ ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഹോർമോൺസിനെ പറ്റി ചെറുതായിട്ട് കേട്ടു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടേഴ്സുമായിട്ട് ഇതിനെ ഡിസ്കഷന് വെച്ചപ്പോ അവര് പറഞ്ഞൊരു കേസ് എന്ന് പറയുന്നത്, മുബാറക്, സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് സംഭാവന ചെയ്യുന്ന ഒരുപാട് ക്രോണിക് ഡിസീസസ് ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ, ഒരുപാട് തരത്തിലുള്ള ക്രോണിക് ഡിസീസുമായിട്ട് പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം അറിയാവുന്ന ഒരു കാര്യം, ആ പേഷ്യന്റ് ഓൾറെഡി സ്ട്രെസ്ഡ് ആയിരിക്കുന്നതാണ്. അപ്പൊ ക്രോണിക് കണ്ടീഷൻസിനെ നമ്മൾ അറിയപ്പെട്ടിട്ടുള്ള ക്രോണിക് കണ്ടീഷൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസസ്, പിന്നെ കൊളൈറ്റിസ്, ഫറ്റീഗ്, ഡയബറ്റിസ് മെലിറ്റസ്, സ്കിൻ ഡിസോർഡേഴ്സ്, കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ജോയിന്റ്സുകളിലുള്ള പെയിൻസ്, റിമോയിറ്റോയിഡ് ആർത്രൈറ്റിസ്, സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ്, ഇൻസോമാനിയ, പിന്നെ സ്മോക്കിംഗ് ഹാബിറ്റ്സ്. ഇങ്ങനെ വരുന്ന ഒരുപാട് ക്രോണിക് കണ്ടീഷൻസ്, ഇതിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ആണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് ഇതൊരു അസുഖമായിട്ട് ഞാൻ കരുതിയതില്ല. സ്ട്രെസ് വരുന്നു, അത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നു, ഖലാസ്, നമ്മളുടെ ആ ഭാഗം അവിടെ അവസാനിച്ചു. അതാണ് ഞാൻ തിരിച്ചിരുന്നത്. പക്ഷേ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു വാക്കുകളെയെല്ലാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചെയ്തിരിക്കുന്നത് അതിനൊരു കാറ്റഗറൈസിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു അസുഖത്തിന്റെ കാറ്റഗറിയിലേക്കാണ് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു കാറ്റഗറിയെ പറയുന്നത് മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസീസസ് എന്നാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന് ഇത്ര അധികം പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാരണം
സ്ട്രെസ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഈ ഒരു അസുഖങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു വഴിവെക്കുന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ നമുക്കൊരു കാരണവശാലും ഒരു മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് പോകരുത്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇങ്ങനെ വരുന്ന പേഷ്യൻസ് ഡയബറ്റിസ് മെലിറ്റസോ അല്ലെങ്കിൽ സ്ട്രോക്ക് സംബന്ധമായിട്ട് വരുന്ന പേഷ്യൻസോ അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചിലതൊക്കെ സ്ട്രെസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു മെഡിക്കേഷൻസ് നമ്മൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കതിനെ ഓൾട്ടർ ചെയ്ത് വേറെ ഏതെങ്കിലും രീതിയിലൂടെ അതിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതല്ലേ ഇന്നത്തെ കാലത്ത് നല്ലത്. അപ്പൊ അതൊക്കെ ഇവിടെ എനിക്കറിയാവുന്ന ചെറിയ ഒരു മാനേജ്മെന്റ് ടെക്നിക്സ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും സൗണ്ട് ക്ലിയർ ആണെന്ന് ധരിക്കുന്നു ഞാൻ. യെസ്, ഓഡിബിൾ ആണ്. അപ്പോ നമുക്കൊന്ന് പേഴ്സണൽ ലൈഫിനെ മാറ്റി നിർത്തി പ്രൊഫഷണൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഒരു സ്ട്രെസ്സിന് കാരണമാകുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ അസുഖത്തിന് അക്യൂട്ടിൽ നിന്ന് ക്രോണിക്കിലേക്ക്, അതായത് മെല്ലെ 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 അതൊരു വലിയൊരു അസുഖത്തിലേക്ക് മാറ്റുന്ന പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലതെന്നൊക്കെ പറയുന്നത്, നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ ജോലിയുടെ ഒരു കരിയർ കൺസേൺസ് ഉണ്ടാവും പല ആളുകൾ. ഈ ജോലി എനിക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ ജോലിയിൽ എനിക്കൊരു ഉയർച്ച ഉണ്ടാവുമോ? ശമ്പളത്തിന്റെ ഒരു ഇൻക്രിമെന്റ് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ തരത്തിലുള്ള പല കരിയർ കൺസേൺസ് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും, മെല്ലെ 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 ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഇതായിട്ട് മാറും. അതേപോലെ തന്നെ റോൾ ആംബിക്യൂറ്റി. നമുക്കൊരു റോൾ ഒരു എംപ്ലോയർ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആ റോളിൽ നമ്മൾ എന്തല്ല, നമുക്ക് അധികം നോളജ് ഒന്നുമില്ല. ആ റോളിൽ നമുക്ക് തരുന്ന ടാസ്കുകൾ നമുക്ക് എലിജിബിൾ ആയിട്ട് നമുക്കത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പൊന്നുമില്ല. അങ്ങനത്തെ ഒരു കൺസേൺസ് വരുമ്പോൾ ഉള്ളിൽ ഡെയിലി എന്താവും, ഒരു തരത്തിലുള്ള ഒരു സ്ട്രെസ് ഇങ്ങനെ വന്നു തുടങ്ങും. നമുക്ക് ഡിഫറെന്റ് തരത്തിലുള്ള ഷിഫ്റ്റ്സുകൾ അസൈൻ ചെയ്യുക. അതേപോലെ തന്നെ റോളിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുക. നമുക്ക് ജോബ് എൻവയോൺമെന്റിൽ ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് കിട്ടുന്നില്ല. ചില ആളുകൾക്ക് 8 hours ഉള്ള ഡ്യൂട്ടിക്ക് 16 hours ഒരു വർക്ക് ലോഡ് വരിക. നേരെ തിരിച്ച് ഒരാൾ ജോലിക്ക് വരുന്നു, അയാൾ 1 മണിക്കൂർ ഇരിക്കുന്നു, 1 മണിക്കൂറിന് ശേഷം അയാൾക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ജോലികളൊന്നും കാണുന്നില്ല, വർക്ക് അണ്ടർ ലോഡ്. അപ്പൊ അയാൾക്ക് സ്വയം ഉള്ളിൽ തന്നെ ഒരു സ്ട്രെസ് വന്നു തുടങ്ങും. കാരണം എനിക്ക് ഈ ജോലിയിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കൺസേൺസ്, നമ്മൾ ചെല്ലുന്ന ഒരു എൻവയോൺമെന്റിൽ മാനേജ്മെന്റ് അത്ര നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു പുവർ വർക്കിംഗ് കണ്ടീഷൻസ്, നമ്മളുടെ കൊളീഗ്സുകൾ തമ്മിലുണ്ടാകുന്ന ചില ഡിസ്പ്യൂട്ട്സ്, ചില ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സ്, പിന്നെ ഓർഗനൈസേഷൻസിന്റെ നല്ല രീതിയിലുള്ള എന്താ പറയാ ഒരു സ്ട്രക്ചർ അല്ല, നമുക്ക് പുറം ലോകത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ വരുന്ന പലതരത്തിലുള്ള കൺസേൺസുകളെല്ലാം ഒരു സ്ട്രെസ്, ഒരു എംപ്ലോയി സ്ട്രെസ് ആകുന്നതിലേക്ക് പലപ്പോഴും കാരണമാകാറുണ്ട്. ഇങ്ങനെ വരുന്ന സ്ട്രെസ്സുകളിലൂടെ പൊതുവെ ആളുകൾക്ക് അതൊരു ഡിസീസിലേക്ക് മെല്ലെ 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 അത് വന്നു ചേരും. നമുക്ക് അതിനൊക്കെ അതിജീവിക്കാൻ നമ്മൾ സ്വയം നമുക്കതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള, സ്വയം നമുക്ക് എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കഴിയണം. ഇതിനെ ഞാൻ കണ്ടെത്തിയപ്പോൾ WHO പറയുന്ന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അവർ പറയുന്ന ചില ടെക്നിക്സ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു.
അതിൽ ഒന്നാമത് അവർ പറയുന്ന ഒരു കേസ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി റൂട്ടീൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് ഡെയിലി ഒരു സ്കെഡ്യൂൾസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് വർക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് അസൈൻ ചെയ്ത 8 hours ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ജോബ് ഡ്യൂട്ടീസിനെ ഡെലിഗേറ്റ് ചെയ്ത് നോക്കുക. ജോബ് ഡ്യൂട്ടീസിന് അസൈൻ ചെയ്തിട്ടുള്ള ടൈമിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ അതിനെ ഷോർട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു സ്കെഡ്യൂൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് ഉപകാരപ്പെടും. ഒരു പേഴ്സണൽ ലൈഫിൽ അതുപോലെ തന്നെ നമുക്കൊരു ഒരു ടൈമിന് എഴുന്നേൽക്കുന്ന ഒരു സിസ്റ്റം, ടൈമിന് നമ്മൾ ബെഡിലേക്ക് പോകുന്ന ഒരു സമയം, അതായത് ഉറങ്ങാൻ എടുക്കുന്ന സമയം, ഇതിനൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് കിട്ടും. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജോലി സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് വരുന്ന സ്ട്രെസ് നമുക്ക് മുൻകൂട്ടി ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ ഈ ഒരു കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു എംപ്ലോയർക്ക് കൊടുക്കാൻ പറ്റും. സെക്കൻഡ്, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻസ്, കണക്ട് വിത്ത് അതേഴ്സ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ ആയിട്ട് അത് ഡിസ്കഷൻ വെക്കുന്ന സമയത്ത് അവരിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട്, നമുക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, അത് ഒരു സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് കഴിയും. അപ്പൊ നമ്മൾ എപ്പോഴും കണക്ട് വിത്ത് അതേഴ്സ്, അതായത് ഫാമിലി മെമ്പേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ കൺസേൺസ് എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും ഒരു വിശ്വാസമുള്ള ഒരാളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മളുടെ മൂഡ് മാറ്റിയെടുക്കുന്നതിനും നമ്മളുടെ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് നമുക്ക് കവർ ചെയ്യാനും ഒരുപാട് സഹായിക്കും. പിന്നെ മൂന്നാമത് വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ ഹെൽത്ത് ഹാബിറ്റ്സ്. അതിലേക്കൊരു പ്രധാന ഘടകമാണ് നമ്മളുടെ ഈറ്റിംഗ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഫ്രഷ് ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സിലേക്ക് ആക്കാൻ ശ്രമിക്കുക. നന്നായി ഫ്ലൂയിഡ്സ് വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈറ്റിംഗ് സ്റ്റൈൽ നമ്മൾ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിലുള്ള സ്ട്രെസ്സുകളെ റിലീസ് ചെയ്യാൻ നമുക്ക് കഴിയും. റെഗുലർ എക്സസൈസ്, ഡെയിലി ഒരു ഹാഫ് ആൻ അവർ എങ്കിൽ പോലും ഫിസിക്കൽ എക്സസൈസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കണം. റെഗുലർ എക്സസൈസ് നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ സ്ട്രെസ്സുകളെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കുറച്ച് സമയം നമ്മൾ വാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക, മറ്റു തരത്തിലുള്ള എക്സസൈസ്, റണ്ണിങ് എക്സസൈസ്, ഇതിലൂടെ നമ്മളുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്നതിന് ഒരുപാട് കാരണമാകാറുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ ടൈം ലിമിറ്റ് ചെയ്യുക. ഫോളോയിങ് ന്യൂസസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിതെല്ലാവരും സോഷ്യൽ മീഡിയാസിൽ, അതുപോലെ തന്നെ ടെലിവിഷൻ മാധ്യമങ്ങൾ, റേഡിയോസ്, ഇതിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ, അതായത് ഒരു ന്യൂസ് അറിയാൻ വേണ്ടി എടുക്കുന്നത്, ആ ന്യൂസിനെ വീണ്ടും വീണ്ടും ഫോളോ ചെയ്ത് നോക്കാണ്ട്
നമുക്ക് ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ ഒരു ന്യൂസ് കേട്ടു, അതിന്റെ ഒരു കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം അവിടെ നമ്മളത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ആഴത്തിൽ എടുക്കാൻ ശ്രമം നടത്താതിരിക്കുക. നമ്മളിങ്ങനെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ശരീരം സ്ട്രെസ്സിലേക്ക് അതിനെ നയിക്കുകയും നമുക്ക് അതിനെ വിചാരിച്ച രീതിയിൽ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് ഒരു സ്ട്രെസ്സാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. പിന്നെ ജോലി എൻവയോൺമെന്റിൽ നമുക്ക് വരുന്ന സഡൻലി വരുന്ന സ്ട്രെസ്സുകൾ, അപ്പൊ അതിനെ പെട്ടെന്നൊരു ആക്ഷൻ നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഒരു കാമായിരുന്നുകൊണ്ട് ഒരു ഡീപ്പ് ബർത്ത്, മറ്റു രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻസ്, അതായത് ഡീപ്പ് ബർത്ത് മെഡിറ്റേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക അതിന്. എന്നിട്ട് നമുക്ക് എടുക്കുന്ന ആ ഒരു ഡിസിഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയുന്നില്ല, നമ്മൾ അതിന് സമയം മാറ്റി വെച്ച ആ ഒരു ഇൻക്രീസ് ചെയ്തുകൊണ്ട് കുറച്ച് സമയം നമ്മളൊന്ന് മാറി നിൽക്കുക, മാറി നിന്ന് ഈ തരത്തിലുള്ള ഒരു ബ്രത്തിങ് മെഡിക്കേഷൻസ് ട്രൈ ചെയ്ത് നോക്കുക. കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സ്ട്രെസ്സിനെ കുറച്ച് റിലീസ് ചെയ്യാൻ നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. ചെറിയ രീതിയിലുള്ള ഒരു ഗോളുകളെല്ലാം നമുക്ക് പെട്ടെന്ന് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗോൾസ് നമ്മൾ സ്വയം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾ മെല്ലെ ചെറിയ രീതിയിൽ നമുക്കത് ആ ഗോൾ സെറ്റ് ചെയ്ത് എടുക്കാൻ കഴിയും. ഇത്ര ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വീക്കിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിത്തിൻ ആൻ അവർ ആ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വയം എന്ത് ചെയ്യും, നമ്മളുടെ സ്ട്രെസ് റിലീസ് ചെയ്ത് നമുക്കതിനെ അച്ചീവ് ചെയ്ത് കാണിക്കുമ്പോൾ സ്വയം എന്ത് ചെയ്യും, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് മൂഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിനെയും നമ്മൾ പോസിറ്റീവ് ആസ്പെക്ട്സിലൂടെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാണുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ നെഗറ്റീവ് ആസ്പെക്ട്സ് അല്ല നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ കാണുന്ന കാര്യങ്ങള് പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. നെഗറ്റീവ് സൈഡിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ പോസിറ്റീവ് സൈഡ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഇതിൽ നമ്മൾ ഒരു റൂട്ടീൻ, ഞാൻ പറഞ്ഞ പോയിന്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ ഡെയിലി റൂട്ടീൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെൽ പ്ലാൻ, അതായത് പ്ലാൻ ചെയ്ത് ഒരു അർജൻസി ഉള്ള സിറ്റുവേഷൻസിലേക്കാണ് നമ്മൾ ഒരു മീറ്റിംഗിലേക്കാണ് പോകുന്നതെങ്കിൽ വെൽ പ്ലാൻ ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഒരു മീറ്റിംഗിലേക്ക് നമ്മൾ പുറപ്പെടുന്നതെങ്കിൽ അവിടെ ചെയ്യേണ്ട അജണ്ടാസും കാര്യങ്ങളും നമ്മളെല്ലാം വെൽ പ്രിപ്പയർഡ് ആണ്. നമുക്ക് വരാവുന്ന എന്തെങ്കിലും ഹേർഡിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മുൻകൂട്ടി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വെൽ പ്ലാൻ ആയിട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു സ്ട്രെസ്സിനെ നമുക്ക് അഭിമുഖീകരിച്ച് ആ ഒരു റൂട്ടീൻസിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഹലോ ഹലോ യെസ് യെസ്. ഒരു സെക്കൻഡ്, എനിക്കൊരു ചെറിയൊരു ഇതായിട്ടുണ്ട് ഇവിടെ, കണക്ഷൻ്റെ ഒരു പ്രോബ്ലം.
ഇപ്പൊ ഈ പറഞ്ഞൊരു പോയിന്റ്സിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതായത് നമ്മൾ ഒരു ഡെയിലി റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിഷയം, കണക്ട് വിത്ത് അതേഴ്സ് എന്നുള്ളതും, ഈറ്റ് ഹെൽത്തി ഫുഡ്സ്, എക്സസൈസ്, റെഗുലർ എക്സസൈസ്, limit time with following uses, focus on positive aspects of your day, set small goals, practice deep breath and meditations. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സ്ട്രെസ് എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിലീഫ് ചെയ്യാൻ സാധിക്കും. അപ്പോ നമ്മളുടെ പോലോ കൊയിലോ പറഞ്ഞ പോലെ ഓൾ സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി ആർ കോസ്ഡ് വെൻ വി ആർ ലിവിങ് ടു പ്ലീസ് അതേഴ്സ്. അപ്പൊ നമ്മള് മറ്റുള്ള ആളുകളുടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ റിസൾട്ട് നമ്മൾ അവരെ സന്തോഷിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു റിസൾട്ടിലൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സ്ട്രെസ്സിനും ഡിപ്രഷനും ആങ്സൈറ്റിക്കും ഒക്കെ അതൊരു കാരണമാകാറുണ്ട്. ഫോക്കസ് ഓൺ, നമ്മളുടെ ഗോളിൽ ഫോക്കസ് ചെയ്ത് അതിനെ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെസ്സിനെ, നമ്മളുടെ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ഹേർഡിൽസിലെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സ്ട്രെസ്സുകൾ നമുക്ക് വരുന്ന ആ കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, താങ്ക് യു മുബാറക് ഹൈദർ. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് സ്ട്രെസ് മാനേജ്മെന്റ്. ഹൗ ടു ഹാൻഡിൽ ദ സ്ട്രെസ്, അതല്ലെങ്കിൽ ഹൗ ടു മാനേജ് ദ സ്ട്രെസ് അല്ലെ. അപ്പൊ അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മുബാറക്ക് അവതരിപ്പിച്ചു വെച്ചത്. തീർച്ചയായിട്ടും സ്ട്രെസ് മാനേജ് ചെയ്യാൻ നമ്മൾ ഓരോ മനുഷ്യരും പിന്നെ പഠിക്കേണ്ടതുണ്ട്. അത് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാതാകുമ്പോഴാണ് കൂടുതൽ പ്രയാസങ്ങളിലേക്ക് പോവുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരും അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുകയും അതിൽ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. ടോപ്പിക്ക് കുറെയൊക്കെ നന്നായിട്ട് തന്നെ മുബാറക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ പറയാം, അതേപോലെ തന്നെ ഫീഡ്ബാക്ക് ഒക്കെ പറയാനുള്ള അവസരമാണ്. അപ്പോൾ പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. സോ പാർട്ടിസിപ്പൻസ് പ്ലീസ്. അൺമ്യൂട്ട് ചെയ്തോളൂ സർ. യെസ് സർ. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ രണ്ടാമതോ മൂന്നാമതോ ആണ് നമ്മുടെ വിൻബിൾ അക്കാദമിയുടെ വെബിനാറിൽ പങ്കെടുക്കുന്നത്. അപ്പോ എന്താണെന്ന് അറിയാതെ വന്നതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിൽ പങ്കെടുത്തപ്പോൾ മനസ്സിലായി നമ്മൾ ചേരേണ്ട സ്ഥലത്ത് തന്നെ എത്തിയതെന്ന്. പ്രത്യേകിച്ച് മുബാറക് സാറിന്റെ ക്ലാസ് വളരെ ആ ഒരു മേഖലയിൽ വളരെ നന്നായിട്ട് പുള്ളി പ്രസന്റ് ചെയ്തു. പിന്നെ പുള്ളിയുടെ ഒരു ഇത് കേട്ടപ്പോൾ കൂടുതൽ ആത്മവിശ്വാസം വന്നു. കാരണം പുള്ളി പറഞ്ഞു ഞാനൊരു സൈക്കോളജിസ്റ്റോ കൗൺസിലറോ അല്ല, എന്നിട്ടും ആ ഒരു മേഖലയിൽ പുള്ളിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയത് വിൻബിൾ അക്കാദമി വഴിയാണെന്ന് കേട്ടപ്പോ എന്തോ കുറച്ചുകൂടെ ഒരു ചേരാനുള്ള താല്പര്യമൊക്കെ വന്ന് എന്തായാലും ഞാൻ ചേരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് കുറച്ച് സ്കൂളൊക്കെ തുറക്കുന്നതാണല്ലോ, സാമ്പത്തിക കുറച്ച് പ്രയാസമാണ്, ചെറിയ ഫീസ് ആണെങ്കിലും. അപ്പോ നെക്സ്റ്റ് ബാച്ചിൽ ഞാൻ അടുത്ത ഒരു ബാച്ചിൽ എന്തായാലും ഞാൻ ജോയിൻ ചെയ്യും. അതിന്റെ ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അൺമ്യൂട്ട് ചെയ്തത്. താങ്ക് യു സോ മച്ച് സാറും മുബാറക് സാറിന് പ്രത്യേകിച്ച്, പിന്നെ നിങ്ങൾ സാറിനും അതിന്റെ നന്ദി. താങ്ക് യു നിയാസ് സർ. വളരെയധികം സന്തോഷം. മൈക്കെടുത്ത് ഒരു അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയം പറഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
പിന്നെ ആ. ഭാവിയിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പി ഹോർമോൺസിനെ കുറിച്ച് ഞാൻ കുറെ ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ട്, കുറെയൊക്കെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ചെറിയൊരു ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം തരുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴല്ല, കുറച്ചുകൂടെ നിങ്ങളെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത ഒരു ട്രെയിനറുടെ ഒരു ഇതിലെത്തിക്കഴിഞ്ഞാൽ ഹൗ ടു ബി ഹാപ്പി എന്നുള്ളൊരു സെക്ഷനിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ ഒരു താല്പര്യമുണ്ട്. അത് എന്തായാലും സാറ് ഓ സാധിച്ചു തരുമെന്ന് വിചാരിക്കുന്നത്. ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ആ രൂപത്തിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെ നമുക്ക് അവതരിപ്പിക്കാൻ ഉള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കും. കാരണം ഞാനത് കുറെ വായിക്കും പഠിക്കുകയും ചെയ്തിട്ട് അതിന്റെ ആ ഹോർമോൺസിനെ കുറിച്ചൊക്കെ നല്ലൊരു അറിവ് നേടിയിട്ടുണ്ട്. ഇപ്പോ സാറ് പറഞ്ഞത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതില് മറ്റേ നമ്മൾ സ്ട്രെസ് വരുന്ന ഹോർമോൺ ഇതാണ്, പക്ഷെ ഹാപ്പിനെസ് എന്തുകൊണ്ട് വരുന്ന ഡോസ് എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ, സെറട്ടോണിൻ, എൻഡോക്സിൻ. അതെ 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 അല്ല, 4 ഉണ്ട്. നമ്മൾ ഡോപ്പമിൻ മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ യഥാർത്ഥത്തിൽ 4 ഹോർമോൺ വരുന്നുണ്ട്. ഡോസ് എന്ന് പറയുന്ന ഡോപ്പമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, 4 ഹോർമോണും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതെ 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 ഇൻഷാ അല്ലാഹ് അടുത്ത് ഒരു ചാൻസ് നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ് പങ്കെടുക്കാനുള്ള. താങ്ക് യു. ഓക്കെ സന്തോഷം സന്തോഷം നിയാസ്. വേറെ ആരാണ് സംസാരിക്കുന്നത്? ചെറിയൊരു സംശയം ചോദിക്കാനാ. പിന്നെ ഡെയിലി എക്സസൈസ് ചെയ്താല് സ്ട്രെസ് കുറയുന്നാണ് മുബാറക് സാർ പറഞ്ഞത്. തീർച്ചയായും. ഞാൻ അതിന് ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂഡ് ചേഞ്ചസിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മൾ അതിനൊരു ഹാബിറ്റ് ആയിട്ട് എടുക്കുക, ഡെയിലി എക്സസൈസ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നപ്പോ എനിക്ക് എന്താ പറയാ, ഒരു സ്ട്രെസ് മാനേജ്മെന്റ് ആണെങ്കിലും ഒരു വെബിനാർ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഒരു 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 സ്ട്രെസ് അത് എനിക്ക് വന്നു. ഞാൻ പരമാവധി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ഡെയിലി എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഡെയിലി എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഹാഫ് ആൻ അവർ ഹ്യൂമൻ ബോഡിക്ക് കൊടുക്കുന്ന ഒരു എക്സസൈസ്. അതായത് വർക്ക് എൻവയോൺമെന്റിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എക്സസൈസ് ചെയ്യാന്നുള്ള ഉദ്ദേശമല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അതെന്ത് ചെയ്യും, നമുക്ക് പൊതുവെ ശരീരത്തിന് ഒരു നല്ല രീതിയിൽ ഒരു 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 മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർണിംഗിൽ എക്സസൈസ് ഉപകാരപ്പെടും എന്നുള്ള ഒരു ഇതാണ് ഞാൻ ഡെയിലി എക്സസൈസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു. അതെ 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 അതായത് എക്സസൈസ് ചെയ്യുന്നത് സ്ട്രെസ് റിലീസിന് ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്ട്രെസ് റിലീഫ് ചെയ്യുന്നതിന് ഉപകരിക്കുന്ന ഒരു ടാബ്ലറ്റ് എന്നോ അതല്ലെങ്കിൽ സൊല്യൂഷൻ എന്നോ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. അതിനൊരു അവധിയില്ല. നമ്മള് എന്തായിരുന്നു സോറി കേൾക്കുന്നില്ല സാറേ? പറഞ്ഞു. വീക്കിലി നമ്മൾ അതിന് ഇപ്പൊ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഓഫ് വരുമ്പോ അന്നത്തെ ദിവസം എക്സസൈസ് ചെയ്യാണ്ടിരിക്കുക എന്നല്ല, മിനിമം എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ പരമാവധി എക്സസൈസിൽ തന്നെ ഇതിന് റൂട്ടീൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് നടത്തുക. ഉദ്ദേശം. Any other questions, feedbacks? സാർ എനിക്കൊരു ഇത് പറയാനുള്ളത്, വെബിനാർ ഞാൻ കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു, പക്ഷെ എന്താ പറയാ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഈ സ്ട്രെസ് മാനേജ്മെന്റ് തന്നെ സ്ട്രെസ്സിൽ കുടുങ്ങിപ്പോയ ഒരു അവസ്ഥയെ വരും. അപ്പൊ എനിക്ക് ചാൻസസ് വേണം വെബിനാർ ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ, ഇവിടെ എവിടേക്കാ നോക്കേണ്ടത്, ക്യാമിലേക്കാണോ അല്ലെങ്കിൽ ഇതിലേക്കാണോ, എല്ലാത്തിലും ഒരു കൺഫ്യൂസ്ഡ് ആയി. അതെ കുഴപ്പമില്ല. അതായത് ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് നോർമൽ ഉണ്ടാകും. എന്നിരുന്നാലും നന്നായിട്ട് തന്നെ ആ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിനി നെക്സ്റ്റ് ടൈം, അതായത് ഇതിപ്പോ ആദ്യത്തെ തവണയാണ് എന്നുള്ള ഒരു മൈൻഡിലാണ് നമ്മളും ഇരിക്കുന്നത്. അതായത് മുബാറക്കിനെ സംബന്ധിച്ചോളം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ആദ്യം എന്നുള്ളത് കടന്നുപോയല്ലോ. അപ്പൊ ഇനി എടുക്കാൻ പോകുമ്പോൾ ഒരിക്കലും ആദ്യം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പൊ തന്നെ കുറച്ചും കൂടിയും നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും, പ്രിപ്പയർ ചെയ്യാന്നുള്ളതല്ല, പ്രിപ്പയർ ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും, പ്രിപ്പയർ ചെയ്തതിനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ അടുത്ത പ്രാവശ്യം എത്തുമ്പോഴേക്കും നമ്മൾ കുറെ കൂടി നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ്. Thanks a lot. അതെ
അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടിയും ഒരു സ്ലോനെസ് ചെറുതായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഇങ്ങനെ പതുക്കെ പതുക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്പീഡ് ആക്കാനുണ്ട്. സംസാരം സ്പീഡ് ആക്കുക, ഇന്ററാക്റ്റീവ് ആക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, പാർട്ടിസിപ്പൻസിനോട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു റിലീഫ് വരും. കാരണം നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ്ങിലേ ഇങ്ങനെ തുടങ്ങി എൻഡ് വരെ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്കൊരു ശ്വാസം എടുക്കാനുള്ള ഒരു സമയമാണ് ശരിക്ക് നമ്മളൊരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു ടൈം കിട്ടും. അതേപോലെ തന്നെ അവരോട് സംസാരിക്കാൻ, അപ്പൊ അവരും കൂടി സംസാരിക്കുമ്പോൾ നമുക്കും ഒരു എനർജി അവിടെ പാസ് ചെയ്യും. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയാം എനർജി പാസിംഗ് എന്ന് പറയുമല്ലോ. അപ്പോ ഒരു പാർട്ടിസിപ്പന്റ് അതിന്റെ ഇടയിൽ നമ്മളോട് എന്തെങ്കിലും ഒരു യെസ് എന്ന് പറഞ്ഞാൽ പോലും ആ പാർട്ടിസിപ്പന്റിൽ നിന്നുള്ള ഒരു എനർജി നമ്മളിലേക്ക് പാസ് ചെയ്യും. യെസ്, അപ്പൊ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാം. അപ്പോ നെക്സ്റ്റ് വെബിനാർ എടുക്കാൻ വേണ്ടി ഇപ്പോഴേ തന്നെ തയ്യാറാവുക. നമ്മള് പിന്നെ എന്തായിരുന്നാലും തീർച്ചയായിട്ടും 2-3 വെബിനാറുകൾക്ക് നിങ്ങൾ കോൺഫിഡന്റ് ആകുന്നത് വരെ നിങ്ങൾക്ക് അവസരം നൽകുക എന്നുള്ളതാണ്. ഓക്കെ, സോ വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. ഒരു ഫീഡ്ബാക്ക് പറയാനായിരുന്നു സാർ. യെസ്, പറഞ്ഞോ മിസ്. പെട്ടെന്ന് പറയാം. സാറിന്റെ ക്ലാസ് തുടക്കം ഇങ്ങനെ പതുക്കെയാണെന്നുണ്ടെങ്കിലും വേറെ കേട്ടിരുന്ന എല്ലാവർക്കും ആ സ്ട്രെസ് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ആ സ്ട്രെസ് ആണ് ടോപ്പിക്കിനെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ നല്ല രീതിയിൽ സാർ അത് അവതരിപ്പിച്ചു. അത് വേറെ അതിൽ മോശമായിട്ടൊന്നുമില്ല. അത് അതിന്റെ ആ റിതത്തിൽ തന്നെ പോയി എന്നുള്ളതാണ്. പിന്നെ സ്ലോ അതിൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോ സാറിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരുന്നു. അപ്പൊ ഇനിയും ഇതേപോലത്തെ ടോപ്പിക്കുകൾ തന്നെ കുറച്ചും കൂടി അടുത്തത് നല്ല ഹാപ്പി ആയിട്ട് തന്നെ സാറിന് അവതരിപ്പിക്കാൻ പറ്റട്ടെ. താങ്ക് യു. കാരണം സ്റ്റാർട്ടിങ്ങില് എന്റെ സ്ട്രെസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തോ ഞാൻ സൂമിലേക്ക് നോക്കിയത് കൊണ്ടോ എന്തെന്ന് അറിയില്ല, സ്ട്രെസ് എന്നിൽ തന്നെ എന്ത് ചെയ്തു, അതൊന്നും എങ്ങനെ ഞാൻ വഴിച്ചു വിടും എന്നുള്ള ഒരു സ്ട്രെസ്. പിന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയൊരു അവസ്ഥ. നമ്മളൊരു സ്റ്റേജിൽ ചെറിയൊരു സ്ട്രെസ് നല്ലതാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ കുറച്ച് സ്ട്രെസ് നല്ലതാവല്ലോ. അതെ നിയാസ് സാർ പറഞ്ഞ കറക്റ്റ് ആണ്. ഒരു ചെറിയ സ്ട്രെസ് എല്ലാവർക്കും നല്ല തന്നെയാണ്. യു സ്ട്രെസ് എന്നാണ് അതിനെ പറയാ. യു സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും, അതായത് ഇപ്പൊ ഒരു പരീക്ഷ വരുന്ന സമയത്ത് ആ ഒരു ചെറിയ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കോ. ഡ്രൈവ് ചെയ്യുമ്പോ നമുക്ക് കെയർഫുൾ കോഷ്യസ് ആവാൻ വേണ്ടിട്ട് ആ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോഷ്യസ് ആവാൻ പറ്റൂ. ഡ്രൈവിംഗിലൊക്കെ ഈവൻ തീരെ സ്ട്രെസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു വെബിനാർ എടുക്കാൻ പോകുമ്പോൾ തീരെ പ്രിപ്പയർ ചെയ്യൂല. യെസ്, അപ്പോ ചെറിയ രൂപത്തിൽ നല്ലതാണ്. ഞാൻ മറ്റുള്ള ആളുകളിൽ നിന്നും ഒരു ഇത് എന്താ പറയാ, ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് ഇൻഷാല്ലാ ഇതൊരു കൂട്ടായ്മയായിട്ട് കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരും ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടായ്മയും നമുക്ക് വളർത്താം. നമ്മളെ ഈ വെബിനാറിലെ മെമ്പേഴ്സ് ഒക്കെ അതാണ് കുറച്ചുകൂടെ നമുക്ക് നല്ലതെന്ന് തോന്നുന്നു. അതെ. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? മുഹമ്മദ് സാർ പറയുന്നുണ്ടോ? ഒരു ബാച്ച്മേറ്റ്സ് ആണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നെഗറ്റീവ്സ് ആണ് എനിക്ക് വേണ്ടത്. നല്ല അവതരണം ഉഷാറായിട്ടുണ്ട്. ഞാന് ഓരോ വർക്കിൽ എൻഗേജഡ് ആയതുകൊണ്ടേ വീഡിയോ ആയിട്ട് വന്നില്ല, എന്നാലും ഞാൻ ഫുള്ള് കേട്ടിട്ടുണ്ട്. ലീവാണ്, എന്നാലും പുറത്തുനിന്ന് ഓരോ ഇതിലാണ്. പൊതുവെ സൗണ്ട് ആവുമ്പോ എനിക്ക് ആദ്യം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് കേട്ട് പിന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ആവുമ്പോ നേരിൽ ഇങ്ങനെ ആളുകളൊക്കെ കാണുമ്പോ ഒരു ഭയങ്കരമായ ഒരു ആങ്സൈറ്റി ഇരിക്കുന്നുണ്ട്. സ്റ്റേജിൽ നിൽക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നു. ആദ്യമൊക്കെ ഒരു വെബിനാറാണ് നമ്മളുടെ കമ്പനി മീറ്റിംഗിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോ അവർക്ക് പറയുന്നത് കേൾക്കല്ലേ വേണ്ടുള്ളൂ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ. താങ്ക്സ് മുഹമ്മദ്. ഓക്കെ, സോ എന്തായാലും വളരെ സന്തോഷം. കുറഞ്ഞ ആളുകളാണെങ്കിൽ പോലും എല്ലാവരും അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഫീഡ്ബാക്ക് പറയുകയും സംശയങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. സോ പരമാവധി സപ്പോർട്ട് മുബാറക് സാറിന് കിട്ടിയിട്ടുമുണ്ട്. സോ ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അടുത്ത ഒരു വെബിനാർ നല്ല രൂപത്തിൽ, ഇതിനേക്കാൾ മികച്ച രൂപത്തിൽ, ഇതും മികച്ചത് തന്നെയായിരുന്നു, ഇതിനേക്കാൾ മികച്ച രൂപത്തിൽ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ വൈൻഡപ്പ് ചെയ്യല്ലേ മുബാറക് സാർ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
ഇല്ല സാർ, താങ്ക്സ് സാർ. ഇല്ല. ഞാൻ നെക്സ്റ്റ് വീക്ക് ഒരു വെബിനാർ കൂടി എടുക്കും. അപ്പൊ എന്തായാലും ഒരു Yes. കോൺഫിഡൻസോട് കൂടിയിട്ട് നല്ലൊരു അതെ സബ്ജക്ട് അതെ അതെ. നെക്സ്റ്റ് സാറിന് തന്നെ ഒരു അവസരം കൊടുക്കണം ഇതിനേക്കാൾ നന്നായിട്ട് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇമ്പ്രൂവ് എല്ലാന്നല്ല അതിന്റെ അർത്ഥം, നന്നായിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ നമുക്ക് നമ്മളോട് തന്നെയല്ലേ കോമ്പീറ്റ് ചെയ്യേണ്ടത്. ഇല്ല, എനിക്ക് അതെ. സ്വയം എന്താ പറയാ കുറെ ഒരു ഇത് എനിക്ക് കാണാൻ പറ്റി എന്റെ ഇതില്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ നെക്സ്റ്റ് വീക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവറി വൺ. സോ നമുക്കിനി ട്രെയിനേഴ്സ് ടോക്കിന്റെ തിങ്കളാഴ്ച ആയിരിക്കും മറ്റൊരു പാർട്ടിസിപ്പന്റ് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് തിങ്കളാഴ്ച ഉണ്ടാകും. സോ എല്ലാവരും പങ്കെടുക്കുക. സോ താങ്ക് യു എവറി വൺ. ബൈ ബൈ. ഓക്കെ.